നമസ്കാരം. മീഡിയ4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ജഡ്ജിമാരുടെ പോസ്റ്റ് റിട്ടയർമെന്റ് സ്കീം ഉപേക്ഷിക്കണം, ഇല്ലെങ്കിൽ SK യാദവിനെ പോലുള്ളവർ ഇനിയുമുണ്ടാകുമെന്ന് സ്പീക്കർ AN ഷംസീർ. ഒല്ലൂർ പ്രസ് ക്ലബിന്റെ 16ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാതൃകയായി അവണിശ്ശേരി മൈതാന വികസന സമിതി. ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അവണിശ്ശേരി സെന്റ് ജോസഫ് സ്കൂൾ മൈതാന നവീകരണത്തിന്റെ പൂർത്തീകരണം ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രൊഫഷണൽ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റ രഞ്ജിത്ത് ബാലനെ അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റി അനുമോദിച്ചു. മുൻ DCC പ്രസിഡന്റ് MP വിൻസൻ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. ജഡ്ജിമാരുടെ പോസ്റ്റ് റിട്ടയർമെന്റ് സ്കീം ഉപേക്ഷിക്കണം, ഇല്ലെങ്കിൽ SK യാദവിനെ പോലെയുള്ളവർ ഇനിയുമുണ്ടാകുമെന്ന് സ്പീക്കർ AN ഷംസീർ. സംഘപരിവാർ വേദിയിൽ അലഹബാദ് ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജി ശേഖർ കുമാർ യാദവ് വിദ്വേഷ പരാമർശം നടത്തി എന്ന ആരോപണത്തിലാണ് AN ഷംസീറിന്റെ പ്രതികരണം. ഒല്ലൂർ പ്രസ് ക്ലബിന്റെ 16ാം വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്താണ് ജഡ്ജിമാർ സംസാരിക്കുന്നത്? നിങ്ങൾ ആലോചിക്കണം, SK യാദവ്, ശേഖർ കുമാർ യാദവ് എങ്ങനെയാണ് ഒരു മനുഷ്യൻ, എങ്ങനെ ഈ മനുഷ്യന്റെ മുന്നിൽ ജീവിക്കുക? ശേഖർ കുമാർ യാദവ് എന്ന അലഹബാദിന്റെ ഹൈക്കോടതി ജഡ്ജി നടത്തിയ പരാമർശം തനി ജനാധിപത്യ വിരുദ്ധമാണ്, ഭരണഘടനയ്ക്കെതിരാണ്. അവിടെയാണ് ഞങ്ങൾ പറയുന്നത് പോസ്റ്റ് റിട്ടയർമെന്റ് സ്കീമുകൾ ഉപേക്ഷിക്കണം. ജുഡീഷ്യൽ ഓഫീസർമാർക്ക് പോസ്റ്റ് റിട്ടയർമെന്റ് സ്കീമുകൾ ഉപേക്ഷിക്കാൻ തയ്യാറായില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തം ഇതുപോലെ ശേഖർ കുമാർ യാദവന്മാരുണ്ടാകും. അവർക്ക് പെൻഷൻ ഇപ്പോൾ എത്രയാ? അത് കൂട്ടണം, എത്ര കൂട്ടണം? ഞങ്ങൾ ആലോചിക്കണം. ചിലത് ജുഡീഷ്യൽ ഓഫീസർമാർ മാത്രമേ ആകാൻ പറ്റൂ, ജഡ്ജിമാർ പിരിഞ്ഞാർക്ക് മാത്രം ചില സ്ഥാനം എത്തിക്കാൻ പറ്റും. കുഴപ്പമില്ല, അതിന് കൂടിയും പിരിഞ്ഞുണ്ടാവണം. പിരിഞ്ഞ പിറ്റേ കൊല്ലം തന്നെ കൊണ്ട് ഇരുത്തിക്കാൻ പാടില്ല. മാർച്ച് മാസം പിരിഞ്ഞ് ഏപ്രിൽ മാസം പറ്റില്ല, അവിടെ കൂടിയും പിരിഞ്ഞുണ്ടാവണം. അതെത്ര വർഷം ജനങ്ങൾ ലോകസഭയും നിയമസഭയും ലോകസഭയും രാജ്യസഭയും ഡിസ്കസ് ചെയ്യണം. കൂളിംഗ് പീരീഡ് ഇല്ലാത്തതിന്റെയും പോസ്റ്റ് റിട്ടയർമെന്റ് ഓഫറിന്റെയും ഭാഗമാണ് ഇത്തരം പരാമർശങ്ങൾ നടത്താൻ ഹൈക്കോടതി ജഡ്ജിമാരെ പ്രേരിപ്പിക്കുന്നത്. ശേഖർ കുമാർ യാദവ് എന്ന ജഡ്ജിന്റെ പരാമർശം ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കെതിരാണ്, ഈ രാജ്യത്തിന്റെ മഹിതമായ സംസ്കാരത്തിനെതിരാണ്. അങ്ങേയറ്റം വർഗീയമായ പരാമർശമായി ഒരു സ്ഥാനത്തിരിക്കുന്നവർ അങ്ങനെ സംസാരിക്കാൻ പാടില്ല. ഡക്കോറം പറയും, ഡക്കോറം കീപ്പ് ചെയ്യാൻ. എന്തിനാണ് ഡക്കോറം കീപ്പ് ചെയ്യണമെന്ന് പറയുന്നത്? എനിക്കെന്ത് സംസാരിക്കാമെന്ന് ബോധ്യം എനിക്കുണ്ടാവണ്ടേ? എന്തൊക്കെ പറയാം, എന്തൊക്കെ പറഞ്ഞുകൂടാ, ആ ഒരു മകതിരി നമുക്ക് വേണ്ടേ? അതാണ് പലപ്പോഴും നമ്മൾ പറയുന്നത് ഡക്കോറം കീപ്പ് ചെയ്യണം സംസാരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ ആഫ്റ്റർ ഓൾ ഈ രാജ്യം ഉണ്ടാവണ്ടേ? അതുകൊണ്ട് ഇത്തരം പരാമർശങ്ങൾ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരുടെ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ല. ഒല്ലൂർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സുരേഷ് എടക്കുന്നി അധ്യക്ഷത വഹിച്ചു. ഒല്ലൂരിന്റെ വിവിധ മേഖലയിലും വലിയ വികസനമാണ് നടക്കുന്നത്. സുഗോളജിക്കൽ പാർക്ക് അടക്കമുള്ള ഏഷ്യയിലെ തന്നെ വലിയ പാർക്കായി മാറാൻ പോകുന്ന പുത്തൂരിന്റെ സുഗോളജിക്കൽ പാർക്ക് അടക്കം വലിയ വികസനം നമ്മുടെ മണ്ഡലത്തിനകത്ത് നടക്കുമ്പോൾ ഒല്ലൂർ സെന്റർ വികസിക്കുമ്പോൾ അതിന്റെ ഞങ്ങളുടെ ഇരിപ്പിടം നഷ്ടപ്പെടുന്ന ഒരു വികസനമാണ് ഇപ്പോൾ നടക്കുമ്പോൾ. ഒല്ലൂർ സെന്റർ വികസിക്കുമ്പോൾ ഒല്ലൂർ പ്രസ് ക്ലബ്ബ് ഇപ്പോൾ പൊടിച്ചു മാറ്റേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരപ്പോവാണ്. ഇപ്പോൾ വേറൊരു ഇരിപ്പിടം ഞങ്ങൾ കണ്ടെത്തേണ്ടതായിട്ട് ഞങ്ങൾക്കൊരു പ്രതീക്ഷ, അത് ഒരു പുതിയൊരു പ്രസ് ക്ലബിലേക്ക് മാറണമെങ്കിൽ ലക്ഷങ്ങൾ തന്നെ ചെലവഴിക്കണം. കാരണം പുതിയൊരു ഓഫീസും ഒരു ആധുനിക രീതിയിലുള്ള ഒരു സജ്ജീകരണങ്ങളും എല്ലാവർക്കും കടന്നു വരാൻ കഴിയുന്ന രീതിയിലുള്ള പ്രസ് ക്ലബ് ഉണ്ടാക്കണമെങ്കിൽ വലിയ സാമ്പത്തിക പ്രയാസം ഉണ്ടാകാൻ പോകുന്നത്. ഞങ്ങളുടെ പ്രസ് ക്ലബ്ബ് ഞങ്ങളുടെ മാത്രമെന്നാണ് കരുതുന്നത്. അതൊരു പൊതുസ്വത്തായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രസ് ക്ലബിലേക്ക് കടന്നു വരാനും അവരുടെ സങ്കടങ്ങളും അവർക്ക് ഏതെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ബോധിപ്പിക്കാനും അതൊരു വാർത്തയായി പുറത്തുവിടുവാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനൊക്കെ കഴിയാവുന്ന തരത്തിൽ ഇപ്പോൾ അങ്ങനെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. പക്ഷെ കുറച്ചും കൂടി വിപുലമായ രീതിയിൽ അത്തരത്തിലുള്ള ഒരു ഓഫീസ് വേണമെങ്കിൽ ഇപ്പോൾ ഒരു വികസനം വരുന്നതോടുകൂടി ആ ഓഫീസ് നഷ്ടപ്പെടുമ്പോൾ പുതിയ ഓഫീസ് വേണമെങ്കിൽ
ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഇലാനെ പോലുള്ള വ്യവസായികൾ അല്ലെങ്കിൽ സഹായിക്കാൻ സന്മനസ്സുള്ളവരും ഇവിടെ ഇരിക്കുന്ന വ്യാപാരി സമൂഹത്തെ സഹായിക്കുന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള പുതിയൊരു മാറ്റത്തിലേക്ക് ഇവിടെ മാറാൻ പോവുകയാണ്. ജുഡീഷ്യറി ഉദ്യോഗസ്ഥരെ റിട്ടയർഡായ അപ്പോൾ തന്നെ ജഡ്ജിമാരാക്കുന്നതിനു പകരം അവർക്ക് കൂളിംഗ് പീരീഡ് നൽകണമെന്നും സ്പീക്കർ പറഞ്ഞു. കൂളിംഗ് പീരീഡ് ഇല്ലാത്തതിന്റെയും പോസ്റ്റ് റിട്ടയർമെന്റ് ഓഫറിന്റെയും ഭാഗമായാണ് ഇത്തരം പരാമർശങ്ങൾ നടത്താൻ ജഡ്ജിമാരെ പ്രേരിപ്പിക്കുന്നതെന്നും ഉദ്ഘാടകൻ പറഞ്ഞു. റവന്യൂ മന്ത്രി കെ രാജൻ മുഖ്യാതിഥിയായിരുന്നു. തൃശ്ശൂരിലെ പ്രാദേശിക പ്രസ് ക്ലബ്ബുകളെക്കാൾ ഒരുപാട് വ്യത്യാസമുണ്ട്. അതെന്റെ മണ്ഡലത്തിലുള്ള പ്രസ് ക്ലബ്ബ് എന്നുള്ളതൊന്നുമല്ല. പ്രാദേശിക പത്രപ്രവർത്തനം ഏറെ പ്രയാസകരമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ കൊല്ലൂരിലെ പ്രസ് ക്ലബ്ബ് എല്ലാവിധത്തിലുള്ള അതിർത്തി രേഖകളും ലംഘിക്കപ്പെട്ട് നമ്മുടെ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ദൂരം പ്രവർത്തനം നടത്തേണ്ടി വരുന്ന ഒരു പ്രസ് ക്ലബ്ബാണ്. ഞാൻ ഈ കേരളത്തിന്റെ നിയമസഭയിൽ അംഗമായതിനെ തുടർന്ന് നിയമസഭയിൽ അവതരിപ്പിച്ച ആദ്യത്തെ പ്രൈവറ്റ് ബിൽ, സ്വകാര്യ ബിൽ, കേരളത്തിലെ പ്രാദേശിക പത്രപ്രവർത്തകരുടെ ക്ഷേമനിധിയും പെൻഷനും രൂപീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്. ജനപ്രതിനിധികൾക്ക് സർക്കാർ ഔപചാരികമായി പാസാക്കുന്ന നിയമനിർമ്മാണത്തിന് പുറമെ അവർക്കും എടുക്കുന്നുണ്ടെങ്കിൽ ഒരു നിയമം സഭയിൽ അവതരിപ്പിക്കാൻ വെള്ളിയാഴ്ച സഭ കൂടുന്ന വെള്ളിയാഴ്ച ഒരു ദിവസമായി നമുക്ക് ലഭ്യമാണ്. കേരളത്തിലെ പ്രാദേശിക പത്രപ്രവർത്തകരുടെ ജീവിത പ്രയാസങ്ങൾ ഒപ്പിയെടുത്ത് 3 നിയമസഭകളിൽ ഈ ബില്ലിന്റെ അംഗീകാരത്തിനു വേണ്ടി തുടർച്ചയായി സംസാരിക്കാൻ അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ. പ്രാദേശിക പത്രപ്രവർത്തകരാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ വലുതെന്ന് തോന്നുന്ന കുത്തക മാധ്യമങ്ങളെക്കാൾ സാറ്റലൈറ്റ് ടെലിവിഷനേക്കാൾ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന മാധ്യമ പ്രവർത്തകർ എന്നുള്ളത് കേവലം ഈ പ്രസ് ക്ലബിന്റെ യോഗത്തിൽ വന്നു നിൽക്കുമ്പോൾ പറയുന്ന ഒന്നല്ല. ഞാൻ നിയമസഭയിൽ അക്കമിട്ട് അടിവരയിട്ട് സൂചിപ്പിച്ച കാര്യങ്ങളാണ്. പ്രശസ്ത പത്രപ്രവർത്തകനായിരുന്ന TV അച്യുത വാര്യർ സ്മാരക മാധ്യമ അവാർഡുകൾ നേടിയ US ശ്രീശോഭ, പ്രദീപ് ഉണ്ണി, പ്രസ് ക്ലബ്ബ് എക്സലൻസ് അവാർഡ് നേടിയ ജോയ് ഇലാൻ, ജീവ കാരുണ്യ പ്രവർത്തകനായ ബിജു എടക്കളത്തൂർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കോർപ്പറേഷൻ കൗൺസിലർമാരായ CP പോളി, കരോളിൻ ജെറീഷ്, പ്രസ് ക്ലബ്ബ് സെക്രട്ടറി KR ഔസേപ്പ്, ജെയിംസ് ചാക്കേരി, KM ഗോപാൽ എന്നിവർ പ്രസംഗിച്ചു. ജനകീയ കൂട്ടായ്മയും അവർ പണിതീർത്ത മൈതാനവും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും മാതൃകയായി മാറിയെന്ന് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K രാധാകൃഷ്ണൻ. അവണിശ്ശേരി മൈതാന വികസന സമിതി എന്ന ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അവണിശ്ശേരി സെന്റ് ജോസഫ് സ്കൂൾ മൈതാന നവീകരണത്തിന്റെ പൂർത്തീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ അതിന് ഏറ്റവും ഭംഗിയായി നിൽക്കുന്ന നമ്മുടെ ഈ സ്കൂൾ ഗ്രൗണ്ട് എന്ന് പറയുന്നത് വലിയ ആവേശപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് അതിനെ നവീകരിക്കുന്ന ഒരു പ്രക്രിയ ഏറ്റെടുത്ത രാജു മെമ്പർ, അതുപോലെ തന്നെ പ്രിൻസൻ, അങ്കിരസ്, ബാബു മുതലായവരുടെ നേതൃത്വത്തിൽ അതൊക്കെ നേതൃത്വപരമായിട്ടുള്ള പങ്കുവയ്ക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. കാരണം ഈ ഒരു പ്രദേശത്തെ ഗ്രൗണ്ട് വികസനമായിട്ട് ബന്ധപ്പെട്ട് അത് നവീകരിക്കാനായിട്ട് അതിനൊരു മനസ്സുണ്ടാവണം, കായിക മനസ്സുണ്ടാവണം. അങ്ങനെ മനസ്സ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല എന്നുള്ളൊരു മനസ്സും കൂടി വേണം. ഇത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് കളിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ വരും തലമുറകൾ കൂടി പ്രയോജനപ്പെടുത്തുന്ന രീതിയിലേക്കാണ് അത് മാറ്റിയെടുക്കാൻ നമുക്ക് ആവുന്നത്. അപ്പം അങ്ങനെ ഒരു മനസ്സുണ്ടാവണം. ഭാവിയെ കൂടി കാണുന്ന അവര് ഭൂതകാലം അവർ കണ്ടിട്ടുണ്ടാവും പ്രയാസകരം, അവരനുഭവിച്ച പ്രയാസം അവർക്കറിയാം. അപ്പൊ ഭാവിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ, ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളായാലും പുറത്തുനിന്നുള്ള നമ്മുടെ കായിക ഇതിനെ സ്നേഹിക്കുന്നവരായാലും യുവജനങ്ങളായാലും അവർക്കൊക്കെ ഒറ്റ മനസ്സായി നിന്ന് പ്രവർത്തിക്കാൻ ആവശ്യമായ ഒരു പ്രദേശം, അത് സ്കൂള്, പള്ളി ഒക്കെ അത് വിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ മനസ്സാണ്. ഫാദർ ലിജോ ചാലശ്ശേരി ആശീർവാദം നിർവഹിച്ചു. ഇത്രമാത്രം മനോഹരമാക്കാനായിട്ട് അത്യധ്വാനം ചെയ്ത എല്ലാവരെയും, ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണമാണ് ഇതിന് പുറകിലെന്നറിയാം. സാമ്പത്തികമായിട്ടും എല്ലാ തരത്തിലും ഇതിനുവേണ്ടി കുറേയേറെ റിബൻസൻ ചേട്ടൻ്റെ നേതൃത്വത്തിലുള്ള ടീം അംഗങ്ങളുടെ ഈ വലിയൊരു കമ്മിറ്റി ഇതിനുവേണ്ടി പ്രവർത്തിച്ചു. സ്കൂളിന് തന്നെ, ഈ പ്രദേശത്തിന് തന്നെ ഒരു അഭിമാനമായിട്ട് ഇത് മാറി എന്നുള്ളത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ കോർപ്പറേറ്റ് തൃശ്ശൂർ അതിരൂപതയുടെ കോർപ്പറേറ്റ് മാനേജർ ജോയിച്ചൻ വന്നിരുന്നു. ജോയിച്ചനും പ്രത്യേകം സന്തോഷവും ഒക്കെ പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അറിയിക്കുകയാണ്, നമുക്കത് അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഇത് നമ്മുടെ നാടിന് ഉപകാരപ്രദമാകട്ടെ, അതുതന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും സന്തോഷം. ഇതിന് അത്യാധാനം ചെയ്ത എല്ലാവരെയും
നന്ദി പറയുന്നു. അവണിശ്ശേരി സെയിന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഡയസ് എം കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ, ഗ്രാമപഞ്ചായത്ത് അംഗം KA പ്രദീപ്, സ്കൂൾ ഹെഡ് മിസ്ട്രസ് ജിജി മോൾ, മുൻ ഹെഡ് മാസ്റ്റർ സ്റ്റേനി ചാക്കോ, പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രസിഡന്റ് KJ നിക്സൺ, അവണിശ്ശേരി മൈതാന വികസന സമിതി അംഗങ്ങളായ ഗ്രാമപഞ്ചായത്ത് മെമ്പർ AR രാജു, കോർഡിനേറ്റർ പ്രിൻസൺ അവണിശ്ശേരി VR ബാബു, അങ്കിരസ് P രാമൻ എന്നിവർ സംസാരിച്ചു. പ്രൊഫഷണൽ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റ രഞ്ജിത്ത് ബാലനെ അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റി അനുമോദിച്ചു. മുൻ DCC പ്രസിഡന്റ് MP വിൻസൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പ്രിയൻ പെരിഞ്ചേരി അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ്, ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ KR സിദ്ധാർത്ഥൻ, CK വിനോദ്, VI ജോൺസൺ, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് KK അശോകൻ, വിനയ സച്ചിൻ, ഷീന ചന്ദ്രൻ, രാധാകൃഷ്ണൻ, പാറളം മണ്ഡലം പ്രസിഡന്റ് KR ചന്ദ്രൻ, മോഹനൻ, നന്ദകുമാർ, AB അനീഷ്, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ എന്നിവർ സംസാരിച്ചു. ഇവിടെ നമുക്ക് കോൺഗ്രസിന് നഷ്ടപ്പെട്ട ഈ പഞ്ചായത്ത് തിരിച്ചു പിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന ഒരു ചിന്തയാണ് ഇന്നത്തെ ഈ സ്വീകരണമാണെങ്കിലും നമുക്ക് നമ്മുടെ മനസ്സിൽ ആദ്യം വരേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതിനുത്തരം നമുക്ക് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് കഴിയും. അതിൻ്റെ പ്രവർത്തനം നമുക്ക് ഈ അവണിശ്ശേരി മണ്ഡലത്തിന് പൈതൃകമായി എത്രയോ നേതാക്കന്മാർ, ശക്തരായ നേതാക്കന്മാർ, ജില്ലാ കോൺഗ്രസ് അംഗത്വം പ്രഗത്ഭമതികളായി അറിയപ്പെട്ട് ആദർശപരമായ നേതൃത്വം നൽകിയ വലിയ ഒരു മണ്ണാണ് ഈ അവണിശ്ശേരി. ആ അവണിശ്ശേരിയുടെ മണ്ണിൽ നിന്ന് ഇതാ ഒരു പുതിയ കതിർ പോലും ഇവിടെ ഇന്ന് ഉയർത്തെഴുന്നേൽക്കുകയാണ്. അത് നമുക്ക് ഒരു നല്ല സൂചനയാണ്. ആ സൂചന നമ്മൾ മനസ്സാൽ വരിക്കണം എന്നാണ് ആദ്യമായി എനിക്ക് പ്രിയങ്കരനായ ശ്രീ രഞ്ജിത്ത് ബാലൻ്റെ സ്വീകരണ യോഗത്തിൽ നിങ്ങളോട് എനിക്ക് ആശംസിക്കാറുള്ളത്. പ്രിയപ്പെട്ട രഞ്ജിത്ത് എനിക്ക് വളരെ അടുത്ത ഒരു സുഹൃത്താണ്. രഞ്ജിത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാമെങ്കിൽ പോലും നേരത്തെ ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഡിജിറ്റൽ മീഡിയയുടെ 2005 മുതൽ KPCCയുടെ ഡിജിറ്റൽ സെല്ലിൻ്റെ ചുക്കാൻ പിടിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം നൽകി വലിയ ഉയരങ്ങളിലേക്ക് എത്തിച്ച ഒരു പ്രിയപ്പെട്ട സുഹൃത്താണ് പ്രിയങ്കരനായ ശ്രീ രഞ്ജിത്ത്. അവണിശ്ശേരി പഞ്ചായത്തിലെ കോൺഗ്രസിന് ഒരു ഉണർവും അതുപോലെ തന്നെ ഒരു കരുത്തും പകരാൻ ഈ രഞ്ജിത്തിൻ്റെ ഒരു പുതിയ പ്രസിഡന്റായുള്ള ഒരു നിയമനം കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. കാരണം എന്തെന്നാൽ നമ്മളാർക്കൽ ഭാഗത്തും അതുപോലെ തന്നെ പാലയ്ക്ക ഭാഗത്തും പല വ്യക്തികളുമായും പല സംഘടനകളുള്ള പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മാഷ് നമുക്ക് മിൽമയുടെ പ്രസിഡന്റായിരുന്നു എന്നുള്ളത് ആണ് നമ്മുടെ ഈ പഞ്ചായത്തിലെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റാവുന്ന ഒരു സംസ്ഥാന നേതൃത്വം എന്നുള്ള വ്യക്തി. അതിനുശേഷം മാഷിന്റെ മകൻ തന്നെ ചെറുപ്രായത്തിൽ ഇത്തരമൊരു പ്രൊഫഷണൽ കോൺഗ്രസിന്റെ ഒരു സംഘടന തലപ്പത്തെത്തിക്കൊണ്ട് ആ ഒരു സംഘടനയെ ചലിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വം KPCC ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത് KPCCയുടെ മുൻ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ഉത്തരവാദിത്വം വളരെ കൃത്യവും ഭംഗിയുമായി നിറവേറ്റിയതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു പദവിയിൽ എത്തിച്ചേരാൻ കഴിയുന്നത്. നമുക്കറിയാം, സ്ഥലം വിട്ടുപോയതിനു ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയ വിഷയങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് പാർട്ടിയെ പിടിച്ചു നിർത്തുവാനുള്ള ഒരു സംവിധാനം അന്ന് ഒരുക്കിയതിന്റെ ഫലമായി തന്നെയാണ് ഇപ്പോൾ ആ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ പേജും അതുപോലെ തന്നെ നമ്മുടെ നെറ്റ്വർക്ക് സിസ്റ്റവും മുന്നോട്ട് പോയിട്ടുണ്ട്. അതിനെ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് പുത്തൻപീടിക സെന്റ് ആന്റണീസ് പള്ളിയിലെ ഫ്രാൻസിസ്കൻ അൽമായ സഭാംഗങ്ങളുടെ നേതൃത്വത്തിൽ ഇടവകയിലെ നിർധനരായ കുടുംബങ്ങൾക്ക് ക്രിസ്തുമസ് പുൽക്കൂടും പാരിതോഷികവും സമ്മാനിച്ചു. വിശുദ്ധ ഫ്രാൻസിസ് അസീസി പുൽക്കൂട് നിർമ്മിച്ചതിന്റെ ഓർമ്മ പുതുക്കലിനായാണ് വീടുകളിലേക്ക് സൗജന്യമായി പുൽക്കൂട് നൽകിയതെന്ന് പ്രസിഡന്റ് സൈമൺ മഞ്ഞളി പറഞ്ഞു. സെക്രട്ടറി ഗ്രേസി ബാബു, വിൻസൻ കുന്നംകുടത്ത്, ദേവസി B എലുവത്തിങ്കൽ, ലിസി ജോസ് എന്നിവർ നേതൃത്വം നൽകി. പെരിങ്ങോട്ടുകര സെന്റ് ആന്റണീസ് പള്ളിയിലെ പുത്തൻപീടിക സീലോഹ കുടുംബ കൂട്ടായ്മ സമ്മേളനവും ക്രിസ്തുമസ് ആഘോഷവും നടത്തി. ഇടവക വികാരി ഫാദർ ജോസഫ് മുരിങ്ങത്തേരി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ആന്റോ തൊറയൻ അധ്യക്ഷനായി.
യൂണിറ്റ് സെക്രട്ടറി ടി.പി. പോൾ, ട്രഷറർ ഷാലി ഫ്രാൻസിസ്, ഭാരവാഹികളായ കൊച്ചുത്രേസ്യ ജോസ്, മേരി ജോണി എന്നിവർ സംസാരിച്ചു. ഹെന്ന ഷാജി, സ്മിന ഡാൾട്ടൻ, സ്റ്റിജി സിജോ, ജ്വാല സിൻജോ, ഡൈഗോ ദേവസി, നിതുൽ ജോസഫ്, എബിൻ ബാബു എന്നിവർ നേതൃത്വം നൽകി. മണിയാർ ജലവൈദ്യുത പദ്ധതി കരാർ നീട്ടിയതിൽ വൻ അഴിമതി കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് മുൻ MP TN പ്രതാപൻ. KPCC ആഹ്വാനപ്രകാരം വൈദ്യുതി ഓഫീസുകളിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിന്റെ ജില്ലാതല ഉദ്ഘാടനം നാട്ടിക ബ്ലോക്കിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യൂണിറ്റിന് 5 പൈസ നിരക്കിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയാണ് മണിയാർ ജലവൈദ്യുത പദ്ധതി. അതിന്റെ സ്വകാര്യ കമ്പനിയുമായുള്ള കരാർ കാലാവധി ഡിസംബർ 30-ന് അവസാനിക്കും. കോടികളുടെ ലാഭമുള്ള ഈ പദ്ധതിയിലെ കാലാവധി നീട്ടിയതിലെ അഴിമതിയെക്കുറിച്ച് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. KECB ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് PA ഷൌക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി ജോൺ ഡാനിയേൽ, യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി സുനിൽ ലാലൂർ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിമാരായ K ദിലീപ് കുമാർ, VR വിജയൻ, അനിൽ പുളിക്കൽ, നൌഷാദ് ആറ്റുപറമ്പത്ത്, ശോഭ സുബിൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സിദ്ധൻ മാസ്റ്റർ, തളിക്കുളം മണ്ഡലം പ്രസിഡന്റ് PS സുൽഫിക്കർ എന്നിവർ സംസാരിച്ചു. പെറ്റമ്മയുടെ കരുതൽ തുണയായി വീട്ടുമുറ്റത്തെ ഇരുമ്പ് ഗേറ്റ് വീണുണ്ടായ അപകടത്തിൽ നിന്നും 2.5 വയസ്സുകാരനെ രക്ഷിച്ചത് അമ്മയുടെ സമയോചിതമായ ഇടപെടൽ. കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് മാർത്തോമ ദേവാലയത്തിന് സമീപം പള്ളിയിൽ ബിജോയിയുടെ വീട്ടിലാണ് ഏതാനും ദിവസം മുമ്പ് സംഭവം നടന്നത്. ബിജോയിയുടെ 2 വയസ്സുകാരനായ മകൻ കെൻസ് ബിജോയ് അമ്മ ഗ്രീഷ്മയ്ക്കൊപ്പം മുറ്റത്ത് നിൽക്കുമ്പോഴായിരുന്നു അപകടം. അമ്മ സ്ലൈഡിംഗ് ഗേറ്റ് തുറന്നപ്പോൾ കുട്ടി ഗേറ്റിനടുത്ത് ചെന്ന് നിൽക്കുകയും ഇതേ സമയം ഗേറ്റ് നിലം പതിക്കുകയായിരുന്നു. അപകടം കണ്ട ഗ്രീഷ്മ നിമിഷാർദ്ധം കൊണ്ട് ഗേറ്റ് താങ്ങിപ്പിടിച്ച് കുട്ടിയെ പരിക്കേൽക്കാതെ രക്ഷപ്പെടുത്തി. വടക്കുംനാഥ ക്ഷേത്രത്തിൽ തൊഴാൻ വന്ന സ്ത്രീയുടെ 6 പവൻ തൂക്കം വരുന്ന സ്വർണമാല കവർന്ന കേസിൽ പ്രതികളായ 2 സ്ത്രീകളെ ഈസ്റ്റ് പോലീസ് പിടികൂടി. കഴിഞ്ഞ നവംബർ 23-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രതികൾ മോഷണത്തിനായി ആലപ്പുഴയിലെ എടത്വ എന്ന സ്ഥലത്തെ പൊങ്കാലയ്ക്ക് വന്ന സമയം ഇവരെ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തമിഴ്നാട് മധുര, മുത്തുപ്പെട്ടി, ചെട്ടിയാർ തെരുവ് സ്വദേശികളായ 34 വയസ്സുള്ള ഭഗവതി, 45 വയസ്സുള്ള രമായി എന്നിവരെയാണ് പിടികൂടിയത്. കേസിൽ 4 പേർ നേരത്തെ അറസ്റ്റിലായിരുന്നു. ഇവർക്കെതിരെ സംസ്ഥാനത്തുടനീളം മോഷണ കേസുകളുണ്ടെന്നും പിടികിട്ടാപ്പുള്ളികളായിരുന്നെന്നും ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ജിജോ അറിയിച്ചു. പേരാമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ യാത്രക്കാരുടെ 5 പവൻ മാല മോഷ്ടിച്ചതും ഇവരാണെന്ന് അന്വേഷണത്തിൽ തിരിച്ചറിഞ്ഞു. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോയുടെ നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണത്തിൽ നിരവധി CCTVകൾ പോലീസ് പരിശോധിക്കുകയും സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും പ്രതികളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നൽകുകയും ചെയ്തു. തൃശൂർ അസിസ്റ്റന്റ് കമ്മീഷണർ സലീഷൻ ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ ഇൻസ്പെക്ടർ ജിജോ, സബ് ഇൻസ്പെക്ടർ ബിബിൻ P. നായർ, സൂരജ് അജ്മൽ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സന്ദീപ്, ശ്രീജിത്ത്, സബ് ഇൻസ്പെക്ടർ ശ്രീജ, ഷൈജ, ദുർഗ എന്നിവരാണ് ഉണ്ടായിരുന്നത്. ഓട്ടുപാറ സെന്ററിൽ സ്വകാര്യ ബസ് ബൈക്കിലിടിച്ച് ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു. ബൈക്ക് യാത്രക്കാരനായ അകമല ചക്യാറ കരിപ്പറമ്പിൽ വീട്ടിൽ 54 വയസ്സുള്ള അനിൽകുമാറിനാണ് പരിക്ക്. തൃശൂരിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് ഇതേ ദിശയിൽ സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനത്തിൽ ഇടിച്ചാണ് അപകടം സംഭവിച്ചത്. അപകടത്തിൽ കാലിന് സാരമായി പരിക്കേറ്റ അനിൽകുമാറിനെ ഉടൻ തന്നെ ഒട്ടുപാറ ജില്ലാ ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സംഭവത്തെ തുടർന്ന് വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ചേർപ്പ് 110 kV സബ്സ്റ്റേഷനിൽ വാർഷിക അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ചൊവ്വാഴ്ച രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ ചേർപ്പ് സബ്സ്റ്റേഷനിൽ നിന്നുള്ള 11 kV കരുവന്നൂർ, അമ്മാടം, ചൊവ്വൂർ, ചേനം, ഊരകം, ചേർപ്പ് എന്നീ ഫീഡറുകളുടെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെടുമെന്ന് അധികൃതർ അറിയിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7140 രൂപ, പവന് 57,120 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053.
ജഡ്ജിമാരുടെ പോസ്റ്റ് റിട്ടയർമെന്റ് സ്കീം ഉപേക്ഷിക്കണം, ഇല്ലെങ്കിൽ SK യാദവിനെ പോലുള്ളവർ ഇനിയും ഉണ്ടാകുമെന്ന് സ്പീക്കർ AN ഷംസീർ. ഒല്ലൂർ പ്രസ് ക്ലബിന്റെ 16ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാതൃകയായി അവണിശ്ശേരി മൈതാന വികസന സമിതി. ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അവണിശ്ശേരി സെന്റ് ജോസഫ് സ്കൂൾ മൈതാന നവീകരണത്തിന്റെ പൂർത്തീകരണം ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രൊഫഷണൽ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റ രഞ്ജിത്ത് ബാലനെ അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റി അനുമോദിച്ചു. മുൻ DCC പ്രസിഡന്റ് MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.